ഏവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകം രചിക്കുകയും തുടർന്ന് വീണ്ടും ഒരെണ്ണം എഴുതുകയും ചെയ്ത് ഒരു പ്രൊഫഷണൽ റൈറ്ററായി ജീവിക്കുവാൻ ഞാൻ അഭിലഷിക്കുന്നില്ല. പ്രശസ്തിയാണെന്നും അതിന് കാരണമായത് ആവർത്തിച്ച് സാഹിത്യരചനയിൽ മുഴുകി ജീവിക്കണമെന്നാണ് ഏവരും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. അങ്ങനെ കാലത്തിലൂടെ നടന്ന് സ്വയം മരവിക്കുക. ആ വലിയ ബാഗേജിന്റെ ഭാരം എനിക്ക് വേണ്ട. ലളിതമായി സഞ്ചരിക്കുവാനാണ് എനിക്കിഷ്ടം. അരുന്ധതി റോയ്. സ്വാതന്ത്ര്യത്തിന്റെയും നീതിയുടെയും പ്രകാശമാനമായ ശബ്ദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അരുന്ധതിയെ പറ്റിയാണ് ഇന്ന് ഉള്ളടക്കത്തിൽ. എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് CAA എന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെ കുറിച്ച് സംഘടിപ്പിക്കപ്പെട്ട സെമിനാറിൽ ഡൽഹിയിൽ വെച്ച് നടത്തിയ അവരുടെ അഭിപ്രായം ഭരണകൂടം അവർക്കെതിരെയുള്ള ആയുധമാക്കി ഉപയോഗപ്പെടുത്തി. തന്റെ അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ, പ്രതിഷേധങ്ങൾ എല്ലാം വ്യക്തമായി വെളിപ്പെടുത്തുന്ന എഴുത്തുകാരിയായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്കെതിരെ ഇത്തരമൊരു നടപടി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരുന്നില്ല. അരുന്ധതി റോയിയും ഗദ്യത്തിന്റെ രാഷ്ട്രീയവും എന്ന തലക്കെട്ടിൽ സിദ്ധാർത്ഥ ദേബ് എഴുതിയ രാഷ്ട്രീയ കവാടത്തിൽ ഒരു വിശ്വാസഘാതക എന്ന ലേഖനം അരുന്ധതിയുടെ വ്യക്തിത്വത്തിലേക്കും നിലപാടിലേക്കുമുള്ള ഒരു തുറവിയാണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് ശേഷം വേറൊന്നും എഴുതിയില്ലേ എന്ന് പലരും ചോദിക്കുമ്പോൾ സാഹിത്യേതര വിഷയങ്ങളെക്കുറിച്ച് എഴുതുന്നതെല്ലാം സാഹിത്യമല്ല എന്നാണോ അവർ കരുതുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അത്തരക്കാരെ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ദേവുമായി സംസാരിക്കവേ അവർ പറഞ്ഞു. ഡൽഹിയിലെ ലോധി ഗാർഡന് എതിരെയുള്ള ജോർബാഗിലെ വസതിയിൽ വെച്ചാണ് സിദ്ധാർത്ഥ് ദേവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അരുന്ധതി തയ്യാറാകുന്നത്. അംബേദ്കർ എഴുതിയ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന കൃതിക്ക് ആമുഖം രചിക്കാനുള്ള തയ്യാറെടുപ്പ് അരുന്ധതിയെ ഗാന്ധിയിലേക്കും അംബേദ്കറിലേക്കും എത്തിച്ചു. ദ ഡോക്ടർ ആൻഡ് ദ സെയിന്റ് എന്ന ചെറുകൃതിയാണ് അതിന് പരിണാമമായത്. ജാതിയെ നശിപ്പിക്കാനാവുമോ എന്ന ചോദ്യം ഇതിലൂടെ അവർ ഉയർത്തുന്നു. അംബേദ്കറിന്റെ പൊതുജീവിതത്തിലെ ജയപരാജയങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്ന ആ കൃതിയിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ജാതിയെ ഇല്ലാതാക്കാൻ താൻ സ്വീകരിച്ച വ്യവസ്ഥകൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന ഖേദം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതിനൊരു പ്രതിവിധി എന്ന വണ്ണമാണ് രണ്ടാം ഭാര്യയായ ബ്രാഹ്മണ സ്ത്രീയുമായും അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത് എന്ന് ആ കൃതിയിൽ പറയുന്നു. അതിനു പിന്നാലെയാണ് കാശ്മീർ സന്ദർശിച്ച അരുന്ധതി അവിടെ നടക്കുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളെപ്പറ്റി എഴുതുന്നത്. കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെ പരോക്ഷമായി പിന്താങ്ങുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നുവെങ്കിലും താൻ പിന്തുടരുന്ന മാനുഷികമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മാത്രമല്ല ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ ശക്തമായി നേരിടുമെന്നും അവർ വ്യക്തമാക്കി. പണവും പ്രശസ്തിയുമല്ല, മനസാക്ഷി അനുസരിച്ച് ജീവിക്കുകയാണ് ആവശ്യമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ നിലപാടിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആത്മധൈര്യം അവരെ കെടാത്ത ദീപമായി ജ്വലിപ്പിക്കുന്നു.